ബൈജു, വളരെ പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പ് ഇങ്ങനെ അനന്തമായി നീളുകയാണ് ബൈജു. എത്ര നാളായി, എത്ര മണിക്കൂറുകളായി നമ്മളിങ്ങനെ അർജുന് വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും അർജുനിലേക്ക് നമുക്ക് എത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം. ഈ രാവിലെ ഇന്നത്തെ തെരച്ചിൽ ആരംഭിച്ചോ? ഇന്നലെ എത്ര മണിവരെയാണ് തെരച്ചിൽ നീണ്ടുന്നത്? എൽദോ, തീർച്ചയായും കേരളം ഒന്നടങ്കം ചോദിക്കുന്നതാണ് അർജുൻ എവിടെ, അർജുൻ സഞ്ചരിച്ച ലോറി എവിടെയെന്ന ആ ചോദ്യം തന്നെയാണ് ഇന്നും ഉയർന്നു വരുന്നത്. ഇന്ന് രാവിലെ മുതൽ ആ ചോദ്യം തന്നെ നമ്മൾക്ക് ഉന്നയിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനം കുടുംബവും അതുപോലെ തന്നെ വിദഗ്ധരും, രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് കരയിലെ മുഴുവൻ മണ്ണും നീക്കണം, കരയിൽ ഈ ലോറി ഉണ്ടാകാനുള്ള സാധ്യത അവർ തള്ളിക്കളയുന്നില്ല. ആ പരിശോധന പൂർത്തിയായതിനു ശേഷം മാത്രമേ ഈ തിരച്ചിൽ, ഈ കരയിലുള്ള തിരച്ചിൽ അവസാനിപ്പിക്കാവൂ എന്നാണ് അവർ ആവശ്യം ഉന്നയിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഇന്നലെ റവന്യൂ മന്ത്രിയുടെ ഒരു പ്രസ്താവന തന്നെയാണ്. വളരെ നിരാശാജനകമായ ഒരു പ്രസ്താവന. കരയിൽ ലോറി ഇല്ല എന്നത്. ഇതിൽ ഇവർ പറയുന്നത് ഈ മൺകൂനിൽ മുകളിൽ നിന്നും ഇത്തരത്തിൽ ദ്വാരമുണ്ടാക്കി അതിൽ കമ്പി കടത്തി റോഡിലേക്ക് അത്തരത്തിലുള്ള ശാസ്ത്രീയമല്ലാത്ത പരിശോധന നടത്തി ഒരു പ്രസ്താവന കരയിൽ ഇല്ല എന്നൊരു പ്രസ്താവനയാണ്. ഏതായാലും കരയിലും പുഴയിലും ഒരേ സമയത്ത് തന്നെ തിരച്ചിൽ നടത്തണമെന്നൊരു ആവശ്യവുമായി കുടുംബം ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ വിദഗ്ധർ കരയിലെ പരിശോധന അവസാനിപ്പിക്കരുതെന്ന ആവശ്യവും ഉന്നയിച്ചിട്ടുണ്ട്. രഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ പറയുന്നത് ഇപ്പോഴും കരയിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഈ കർണാടക സർക്കാരിന്റെ ഇത്തരത്തിലുള്ള പ്രസ്താവന വലിയ നിരാശയുണ്ടാക്കുന്നത്. എന്തായാലും സൈന്യം അല്പസമയത്തിനകം തന്നെ ഈ തിരച്ചിൽ ഇപ്പോൾ ഏറ്റെടുക്കും. അവരുടെ നേതൃത്വത്തിലുള്ള സംഘം തിരച്ചിൽ ആരംഭിക്കും. ഏതായാലും സൈന്യം ഈ കരയിൽ തിരച്ചിൽ തുടരുമെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കരയിൽ തിരച്ചിൽ നടത്തുന്നതിനോടൊപ്പം തന്നെ പുഴയിലുള്ള തിരച്ചിലിനും സാധ്യതകൾ അവർ പരിശോധിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഇന്ന് രാവിലെയോടുകൂടി ഇവിടെ എത്തിയിട്ടുണ്ട്. സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ തിരച്ചിൽ ആരംഭിക്കും. അതിനിടയിൽ തന്നെ നമുക്ക് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ മഴ ഇപ്പോൾ രാവിലെ മുതൽ ശക്തമായി പെയ്യുന്നുണ്ട് എന്നതാണ് തന്നെയാണ്. ഏതായാലും അത് ഏതെങ്കിലും തരത്തിൽ ഈ തിരച്ചിൽ രക്ഷാപ്രവർത്തനത്തിനും തിരച്ചിലിനൊന്നും ബാധിക്കില്ല എന്നാണ് നമുക്ക് ഇവർ നൽകുന്ന വിശദീകരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലുള്ള തിരച്ചിലായിരിക്കില്ല ഇന്ന്. സൈന്യത്തിന്റെ നേതൃത്വത്തിലായിരിക്കും തിരച്ചിൽ. അവർ നിർദ്ദേശിക്കുന്ന തരത്തിലായിരിക്കും തിരച്ചിൽ നടക്കുക. അതിന് സംസ്ഥാന സർക്കാരിന്റെ നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നിലവിൽ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഉണ്ടാകും അവർക്ക് സഹായകമായി എന്ന് പറയുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ തെരച്ചിൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. ഇന്നലെയായിരുന്നു ഇത്തരത്തിൽ റവന്യൂ മന്ത്രിയുടെ പ്രസ്താവന വന്നത്. കരയിൽ ഈ ലോറി ഇല്ല എന്നത് അത് വലിയ നിരാശ കുടുംബത്തിനുമൊപ്പം ഈ അർജുനായി കാത്തിരിക്കുന്ന എല്ലാവർക്കും സമ്മാനിച്ചത്. അത് അത്തരത്തിലുള്ള ഒരു പ്രസ്താവന വളരെ ശാസ്ത്രീയമായ ഒരു പരിശോധനയുടെ അടിസ്ഥാനത്തിലല്ല എന്ന ഒരു തരത്തിലാണ് ഈ കുടുംബം ഉൾപ്പെടെ പറയുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഈ കുടുംബം പോലും ചോദിക്കുന്നത്, ഇതിലുള്ള വിദഗ്ധർ പോലും ചോദിക്കുന്നത്, ചന്ദ്രനിൽ പോകാൻ പോലും സാങ്കേതിക വിദ്യയുള്ള ഒരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഒരു ലോറി ഇത്തരത്തിൽ മണ്ണിനടിയിലോ അല്ലെങ്കിൽ തന്നെ ഈ പുഴയിലെ അടിത്തട്ടിലോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള സാങ്കേതിക വിദ്യ ഇവിടെ ഉപയോഗിക്കാത്തത് എന്നാണ്. അത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് എത്രയും പെട്ടെന്ന് ഈ ലോറി എവിടെയാണെന്ന് കണ്ടെത്തുക, അതിനകത്ത് അർജുൻ ഉണ്ടെങ്കിൽ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന ഏറ്റവും അവസാന പ്രതീക്ഷയാണ് ഇനി ബാക്കി ഉള്ളത്. അതിനുള്ള ശ്രമം ഇനി ഇന്നുകൂടി നടത്തില്ലെങ്കിൽ നമുക്ക് വലിയ നിരാശ ഉള്ള ഒരു വാർത്ത തന്നെ ഇവിടുന്ന് നൽകേണ്ടി വരും. അത്തരത്തിലുള്ള വാർത്തയായിരിക്കും കേൾക്കേണ്ടി വരിക. ആ ലോറി കണ്ടെത്താൻ ഇനിയും കഴിയാതെ 7 ദിവസമായിട്ടും ലോറി കണ്ടെത്താൻ കഴിയാത്തത് വലിയ തോതിലുള്ള വിമർശനത്തിനും പ്രതിഷേധത്തിനും ഒക്കെ ഇടയാക്കിയിട്ടുണ്ട്. ആ പ്രദേശവാസികളായ 2 പേർ കൂടി ഈ മണ്ണിനടിയിലുണ്ട്. അവരെയും കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇങ്ങനെയാണോ ഒരു ദുരന്ത മുഖത്ത് ഇത്തരത്തിലുള്ള രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് എന്ന ചോദ്യം ഉയരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് സൈന്യം വന്നപ്പോൾ മുഖ്യമന്ത്രിയും പരിവാരങ്ങളുടെയും ഒരു വലിയ സംഘം തന്നെയായിരുന്നു ഈ അപകടം നടന്ന സ്ഥലത്ത്. രക്ഷാപ്രവർത്തനം പോലും നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ആ ഘട്ടത്തിൽ ഉണ്ടായി. എന്തായാലും വലിയ തോതിലുള്ള വിമർശനം ഇതിനൊക്കെ ഉയരുന്നുണ്ട്. ഏതായാലും മുഖം രക്ഷിക്കാനാണ് കർണാടക സർക്കാർ ശ്രമിച്ചത്. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വീഴ്ച പോലുമില്ല, ഒരു അന്വേഷണ റിപ്പോർട്ട് പോലുമില്ല, ഒരു അന്വേഷണം പോലും നടത്താതെ ഒരു വീഴ്ചയുമില്ല ഈ അന്വേഷണത്തിൽ നിന്ന്. ഒരു 6ാം ദിവസവും ലോറിയും അർജുനെയും ഒപ്പം 2 പ്രാദേശിക ഇവിടുത്തെ ആളുകളെയും കാണാതായിട്ട് അവരെ
കണ്ടെത്താൻ കഴിയാതിരുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഒരു വീഴ്ചയുമില്ലെന്ന് പ്രസ്താവന, ഒരു അന്വേഷണം പോലും നടത്താതെ പ്രസ്താവന ഇറക്കി മുഖം രക്ഷിക്കാനായിരുന്നു ഇന്നലെ കർണാടക മുഖ്യമന്ത്രി ശ്രമിച്ചത്. ഒപ്പം റവന്യൂ മന്ത്രിയുടെ പ്രസ്താവനയും വളരെ നിർഭാഗ്യകരമാണെന്നാണ് കുടുംബം പറയുന്നത്. ഈ രഞ്ജിത്ത് ഉൾപ്പെടെ ഈ മേഖലയിൽ ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് മുഴുകുന്നുണ്ട്. അദ്ദേഹം പോലും പറയുന്നത് ഈ കരയിലെ മുഴുവൻ പരിശോധനയും പൂർത്തിയായിട്ടില്ല, ഇപ്പോഴും നിരവധിയിടങ്ങളിൽ മൺകൂനകൾ ഇപ്പോഴും ഉണ്ട്. ഏതെങ്കിലും തരത്തിൽ അശാസ്ത്രീയമായ രീതിയിൽ ഇത്തരത്തിൽ മുകളിൽ കുഴി ഉണ്ടാക്കി അതിൽ കമ്പി കുത്തിനോക്കി റോഡിലേക്ക് ഇല്ല എന്ന ഒരു നിഗമനത്തിലേക്കായിരുന്നു ഇന്നലെ എത്തിയത്. ആ ഒരു നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രസ്താവനയും ഉണ്ടായത്. എന്തായാലും കരയിലില്ല എന്നൊരു സ്ഥിരീകരണമാണ് കർണാടക സർക്കാർ നൽകുന്നത്. ഇനി കരയിലില്ലെങ്കിൽ തന്നെ പുഴയിലുള്ള തെരച്ചിൽ എന്തിനാണ് താമസിക്കുന്നത്? ഇന്നലെ രാത്രി അടിയന്തരമായി ഇത്തരത്തിൽ തെരച്ചിൽ നടത്തേണ്ടതല്ലേ? സൈന്യം പ്രാഥമികമായി ഇന്നലെ ഈ സ്ഥലത്ത് ഉച്ചയ്ക്ക് ശേഷം എത്തിയതേ ഉള്ളൂ. അവരുടെ സംവിധാനങ്ങൾ അതിൽ തൊട്ട് പിറകെ വരാൻ ഉണ്ടായിരുന്നതേ ഉള്ളൂ. അപ്പോഴും ആ തെരച്ചിൽ, ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള തെരച്ചിൽ അത് ഊർജിതമായി ഇന്നലെ നടക്കേണ്ടതായിരുന്നു. പക്ഷേ അത്തരം തെരച്ചിലൊന്നും ഇന്നലെ നടന്നില്ല. അത് തന്നെയാണ് വലിയ വിമർശനത്തിനിടയാക്കിയത്. എന്നാലും അർജുനെ തിരിച്ചു വേണം എന്ന കുടുംബം ആവശ്യപ്പെടുന്നു. വളരെ വൈകാരികമായ തലത്തിലേക്കാണ് ഇവിടെ നിന്നും കാര്യങ്ങൾ നീങ്ങുന്നത്. കാലാവസ്ഥയും വളരെ മോശമാണ്. ഇനി വൈകിപ്പിച്ചാൽ ഒരുപക്ഷെ ശക്തമായ മഴ തുടരുകയാണെങ്കിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. ഒരുപക്ഷെ രക്ഷാപ്രവർത്തനം പോലും മുഴുവനായും നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും. അതെല്ലാം വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്, വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. കാലാവസ്ഥ നമ്മൾ ഇന്നലെ തന്നെ തത്സമയം അവിടുത്തെ മഴയും ആ സമയത്തുണ്ടായ രംഗങ്ങളും എല്ലാം നമ്മൾ പ്രേക്ഷകർക്ക് തത്സമയമായി തന്നെ കാണിച്ചതാണ്. അത്തരത്തിലുള്ള ഒരു കാലാവസ്ഥ വലിയ തോതിൽ ഇനിയും കാലാവസ്ഥ ശക്തി പ്രാപിച്ചാൽ അത് വലിയ തടസ്സമാകും. നമുക്ക് നിരാശയായിരിക്കും ഇനി ഇവിടെ നിന്നും നമുക്ക് ഉണ്ടാവുക. അത് തന്നെ അത്തരത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വാർത്തകളായിരിക്കും ഇവിടെ നിന്നും പുറത്തു വരിക. എന്നാലും ഇന്നൊരു ദിവസം അവസാനമായ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് കുടുംബവും, ഒപ്പം ഈ മറ്റ് ഇവിടെയുള്ള ഇവരുടെ ബന്ധുക്കളും, ഒപ്പം നമ്മളും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തുടർച്ചയായ സമ്മർദ്ദം മാധ്യമങ്ങളിലൂടെയും അത്തരത്തിൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കളിൽ നിന്നും ഉൾപ്പെടെ ജനപ്രതിനിധികളിൽ ഉൾപ്പെടെ മുഖ്യമന്ത്രിയിൽ നിന്ന് ഉൾപ്പെടെ ഉണ്ടായതുകൊണ്ടാണ് ഇത്രയെങ്കിലും ഈ തെരച്ചിൽ ഒരു വേഗത കൈവരിച്ചതെന്ന് വേണം പറയാൻ. പല ഘട്ടത്തിലും ചെറിയൊരു മഴ വന്നാൽ ഈ രക്ഷാപ്രവർത്തനം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം. ഇന്നലെ തന്നെ 8:30 വരെ തെരച്ചിൽ നടത്തുമെന്ന് പറഞ്ഞിട്ടും 7 മണിക്ക് അകം തന്നെ തെരച്ചിൽ പൂർണ്ണമായും നിർത്തുന്ന ഒരു സാഹചര്യം. ഏതായാലും സൈന്യം ഇന്ന് പൂർണ്ണ സജ്ജമായി കളത്തിലിറങ്ങുന്നത് ഇന്നായിരിക്കും. അത് തന്നെ ഈ പുഴയിലും ഒപ്പം കരയിലും ഒരു തെരച്ചിൽ നടത്താൻ തന്നെയാണ് ഈ സൈന്യത്തിന്റെ തീരുമാനം. ഏതായാലും ഇവർ കരയിലില്ല, ഈ ലോറി ഇല്ല എന്ന ഒരു സ്ഥിരീകരണം ഏതായാലും സൈന്യം അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. എന്തായാലും അത് തന്നെയാണ് വലിയ നിരാശയുണ്ടാക്കുന്നത്. നമുക്ക് ഈ ശിരൂരിൽ നിന്നും ഇപ്പോൾ ഏറ്റവും നിരാശയുണ്ടാക്കുന്ന പ്രസ്താവന അതുതന്നെയാണ്. ഒരു കൃത്യമായ ശാസ്ത്രീയമായ രീതിയിൽ പരിശോധന നടത്തി സംശയം കുടുംബവും ഉന്നയിക്കുന്നു അത്തരത്തിലുള്ള ആരോപണം. ബൈജു, മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ, നിലവിലത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? ഈ ഇന്നലെ പല സമയത്തും കനത്ത മഴയെ തുടർന്ന് ഈ രക്ഷാദൌത്യം നിർത്തിവെക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ മഴ എങ്ങനെയുണ്ട്? മഴയുണ്ടോ? കാലാവസ്ഥ അനുകൂലമാണോ? ദുർഘടമായിട്ടുള്ള പ്രതിസന്ധി ഘട്ടം ഉണ്ടാകുമോ ഈ തിരച്ചിലിനിടയിൽ? എൽദോ, സൈന്യത്തിന്റെ പ്രതിനിധികളുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അവർക്ക് ഈ കാലാവസ്ഥയൊന്നും അവർക്കൊരു പ്രശ്നമേ അല്ല. ഇത് ഏതെങ്കിലും തരത്തിൽ പ്രതികൂലമായി തിരച്ചിൽ, ഇവരുടെ രക്ഷാപ്രവർത്തനത്തിന് തിരച്ചിലൊന്നും ബാധിക്കില്ല എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ നേരിയ തോതിലുള്ള മഴയുണ്ട്. അത് നമുക്ക് സൈന്യം കളത്തിലിറങ്ങിയതുകൊണ്ട് തന്നെ ഈ ഒരു മഴ വരുമ്പോൾ രക്ഷാപ്രവർത്തനം നിർത്തുന്ന രീതിയല്ല സൈന്യത്തിൻ്റെത്. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ പരിശോധന നടത്തുക, അത് സൈന്യത്തിന്റെ ഒരു രീതിയാണ്. അവരുടെ സംവിധാനങ്ങളെല്ലാം ഇന്ന് രാവിലെയോടുകൂടിയാണ് എത്തിയത്. പ്രാഥമികമായി 40 അംഗ സംഘം ഈ സ്ഥലം സന്ദർശിക്കുകയും അവിടുത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യുകയാണ് ഇന്നലെ ഉണ്ടായത്. അവരുടെ പരിശോധന ഇന്നലെ ആരംഭിച്ചിട്ടില്ല. അവർ ഈ രീതിയിൽ ഈ സ്ഥലത്തെത്തി എന്താണ് ഇവിടുത്തെ സ്ഥിതിഗതികൾ എന്ന ഒരു വിലയിരുത്തൽ മാത്രമാണ് അവർ നടത്തിയിരുന്നത്. ഇന്നാണ് പൂർണ്ണ സജ്ജമായി സൈന്യത്തിന്റെ തെരച്ചിൽ, അർജുനായുള്ള തെരച്ചിൽ, അർജുന്റെ ലോറിക്കായുള്ള തെരച്ചിൽ, ഇവിടുത്തെ പ്രദേശവാസികളായി കാണാതായ 2 പേർക്കായുള്ള തെരച്ചിലൊക്കെ ഇന്നാണ് നടക്കുക. എന്തായാലും ഈ ഏത് കാലാവസ്ഥയായാലും അതൊന്നും ഈ തെരച്ചിലിനെ, രക്ഷാപ്രവർത്തനത്തിന് ബാധിക്കുന്നതല്ല എന്നാണ് സൈന്യത്തിന്റെ ഭാഗത്തു നിന്നും നമുക്ക് കിട്ടിയ ഒരു വിശദീകരണം. എന്തായാലും കൂടുതൽ ആളുകൾ വേണമെങ്കിൽ 4 മണിക്കൂർ ദൂരമാണ് ഇവരുടെ ഈ ക്യാമ്പിലേക്കുള്ളത്, അവിടെ നിന്നും കൊണ്ടുവരും എന്ന് തന്നെയാണ് സൈന്യം പറഞ്ഞത്. ഏതായാലും അവർക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഇതിനൊരു ഉത്തരം നൽകാൻ കഴിയുമെന്നത്. ഇതിലേറ്റവും ഇപ്പോഴും നമ്മളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലോറി എവിടെയാണ്? ഇനി കരയിലില്ല എന്ന് പറയുമ്പോൾ, പുഴയുടെ അടിത്തട്ടിലുണ്ടെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് നേരത്തെ കരയിലും പുഴയിലുമുള്ള ഒരു തെരച്ചിലൊക്കെ നടത്താതെ വളരെ മന്ദഗതിയിലുള്ള ഒരു തെരച്ചിൽ നടത്തി?
രക്ഷപ്പെടുത്തി. കാരണം ജീവനോടെ ഉണ്ട് എന്ന ഒരു തരത്തിലുള്ള പ്രതീക്ഷകൾ നമ്മൾ ഓരോ ഘട്ടത്തിലും ഈ സംസ്ഥാന സർക്കാരിനോട്, കർണാടക സർക്കാരിനോടും നമ്മൾ ആവർത്തിച്ച് വ്യക്തമാക്കുമ്പോഴും അതിനുള്ള ഒരു ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള പരിശോധന എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന ഒരു വലിയ വിമർശനം തന്നെയാണ് ഉയരുന്നത്. ഏതായാലും ഇനി തർക്കങ്ങൾക്കും അതിനും അപ്പുറം ഈ ബന്ധുക്കൾ തന്നെ പറയുന്നത് ഒരു തർക്കത്തിനല്ല നമ്മൾ ഇത് പറയുന്നത്, നമുക്ക് വേണ്ടത് അർജുനെയാണ്, അർജുനെ കണ്ടെത്തുകയാണ്, ഇനി അത് ജഡമായി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കരുത് എന്നാണ് സഹോദരൻ ഉൾപ്പെടെ നമുക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയത്. വളരെ വൈകാരികമായ തലത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. കേരളം ഒന്നടങ്കം ചോദിക്കുന്ന ആ ചോദ്യം ഇനിയും ആവർത്തിക്കേണ്ട, ഓരോ ദിവസം കഴിയുമ്പോഴും 7 ദിവസമാകുമ്പോഴും വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ട ഒരു ഗതികെട്ട സാഹചര്യമാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനം. നേരത്തെ അവരുടെ ബന്ധു സൂചിപ്പിച്ചിരുന്നത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ സംവിധാനങ്ങൾ, ശാസ്ത്രീയമായ സംവിധാനങ്ങൾ, മറ്റ് സംവിധാനങ്ങൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, അതൊക്കെ വലിയ തലത്തിൽ ലോകോത്തര തലത്തിൽ ശ്രദ്ധ ആകർഷിക്കുമ്പോഴാണ് ഒരു ലോറി ഇത്തരത്തിൽ മണ്ണിടിച്ചിലിൽ കാണാതായിട്ട് ആ ലോറിക്കകത്ത് ഒരു ജീവൻ ഉണ്ടെന്ന് ഒരു കുടുംബം പറയുമ്പോഴും അത് കണ്ടെത്താൻ എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിൽ സാങ്കേതിക വിദ്യ കൊണ്ടുവരാത്തത്. കാരണം ഇത് കർണാടകയാണ്, ബംഗളൂരിൽ നിന്നും വലിയ ദൂരമൊന്നുമില്ല. മാത്രമല്ല ഗോവ, മഹാരാഷ്ട്ര ഒക്കെ ഇതിന് അടുത്ത് നിൽക്കുന്ന സംസ്ഥാനങ്ങളാണ്. വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നൊക്കെയുള്ള സഹായങ്ങൾ തേടാം. പക്ഷേ കർണാടക സർക്കാർ അത്തരത്തിൽ മറ്റേതെങ്കിലും സർക്കാരിന്റെയോ, അത് മാത്രമല്ല കേരള സർക്കാരിന്റെ ഈ തെരച്ചിലിൽ ഇത്തരത്തിൽ പങ്കാളികളാവണം, അല്ലെങ്കിൽ ഇവർക്ക് സഹായകരമായി ഉണ്ടാവണം, അത്തരത്തിലുള്ള ഒരു ഇവരുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങളും ഇല്ല. ഏതെങ്കിലും തരത്തിൽ നാട്ടുകാർ പോലും ഇവിടെ, കേരളത്തിൽ നിന്നെത്തി നാട്ടുകാർ പോലും ഇവിടെ രക്ഷാപ്രവർത്തനത്തിന് തയ്യാറായിരിക്കുന്നു. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇന്നും ഈ മുകൾ ഭാഗത്തേക്കുള്ള പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ KB ബൈജുവാണ് ഷിരൂരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ തെരച്ചിൽ അത് ഇന്നും തുടരും. 7ാം ദിവസത്തിലാണ്. അർജുനെ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. അർജുൻ അതെവിടെയാണ് എന്ന് പക്ഷേ ഇതുവരെ നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. അർജുൻ്റെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ഒക്കെ പരാതി ഉന്നയിക്കുന്നതിൽ എങ്ങനെ അത്ഭുതപ്പെടാൻ കഴിയും? നമ്മളെല്ലാവരും ഇത്രയും കാത്തിരുന്നിട്ടും നമ്മുടെ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടും അർജുനിലേക്ക് എത്താൻ കഴിയാത്തത് വലിയ നിരാശ നൽകുന്നു. കരയിൽ ലോറിയില്ലെന്ന കർണാടക റവന്യൂ മന്ത്രിയുടെ പ്രസ്താവന തള്ളുകയാണ് അർജുൻ്റെ കുടുംബം. ലോറി കരയിൽ തന്നെ ഉണ്ടാകാനാണ് സാധ്യതയെന്ന് അർജുൻ്റെ ബന്ധു ജിതിൻ ന്യൂസ് 18നോട് പറഞ്ഞു. കരയിലും പുഴയിലും ഒരേ സമയത്ത് തെരച്ചിൽ നടത്തണമെന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അർജുന്റെ ബന്ധു ജിതിനാണ് ന്യൂസ് 18നോടൊപ്പം ചേരുന്നത്. ഈ കരയിൽ ഈ ലോറി ഇല്ല എന്ന ഒരു പ്രസ്താവനയാണ് ഈ ഇത്തരത്തിൽ മന്ത്രി കഴിഞ്ഞ ദിവസം. നിങ്ങൾ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? അതല്ല, അതില് നമുക്കത് ഉറപ്പിക്കാനൊന്നും ഇതുവരെ ആയിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും കരയിലും പിന്നെ ആ പുഴയുടെ ഭാഗത്തും ഒരേപോലെ തന്നെ ഒരുമിച്ച് അത് മണ്ണെടുപ്പും അതിന്റെ നീക്കങ്ങളും നടത്തണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കരയിലും പുഴയിലും ഒരേ സമയത്ത് തന്നെ തെരച്ചിൽ തുടരണമെന്നാണ്. അതെ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെ തുടർന്നാലേ നമുക്ക് ഇനി ഇൻ കേസ് അവർ പറഞ്ഞ മാതിരി കരയില്ലെങ്കിൽ പോലും നമുക്ക് എത്രയും വൈകാതെ അവനെ നമുക്ക് തിരിച്ചെടുക്കാൻ അവിടുന്ന് പറ്റുള്ളൂ. ഈ രഞ്ജിത്ത് നിങ്ങളുടെ ആവശ്യപ്രകാരമാണ് ഇവിടെ എത്തിയ രഞ്ജിത്തിന്റെ ഒരു നിഗമനം. രഞ്ജിത്തിന്റെ നിഗമനം അത് കരയിൽ തന്നെയാണുള്ളത്. അത് വെള്ളത്തിൽ പോയിട്ടില്ല എന്നാണ് അദ്ദേഹം 100% ഉറപ്പായിട്ട് പറയുന്നത്. അത് കരയിൽ തന്നെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെയെങ്കിൽ അർജുനെ ജീവനോടെ നമുക്ക് ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഈ സമയത്തും ഈ ഘട്ടത്തിലും നിങ്ങൾക്കുള്ളത്? അതെ, പ്രതീക്ഷ ഉണ്ട്. പ്രതീക്ഷ എനിക്ക് കൈവിടാൻ പറ്റില്ലത്. ഈ റവന്യൂ മന്ത്രിയുടെ പല പ്രസ്താവനകളും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിനോട് എങ്ങനെയാണ് കുടുംബം പ്രതികരിക്കുന്നത്? അല്ല, ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ കൗണ്ടറായിട്ട് പറയേണ്ട ആവശ്യമുണ്ടോ അറിയില്ല. കാരണം നമ്മുടെ കേരളക്കാർ ഒന്നാകെ കണ്ടതാണ് ഇവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. അതിൽ ഞാനിനി ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ബുദ്ധിമുട്ട് വരണമെന്ന് എനിക്ക് ആഗ്രഹമല്ല. പക്ഷേ സംഭവിച്ചെല്ലാം സംഭവിച്ചു. ഇന്നെങ്കിലും അർജുനെ എനിക്ക് തിരിച്ചു തന്നേ പറ്റുള്ളൂ. എനിക്ക് കുടുംബത്തിനും തിരിച്ചു തരണം അർജുനെ. അർജുനൊപ്പം ഇവിടെ തന്നെ നാട്ടുകാരെ 2 പേരും ഈ മണ്ണിനടിയിലുണ്ട് എന്നാണ് പറയുന്നത്. അവരുടെ അല്ല, അങ്ങനെ അവരെ കുടുംബമൊക്കെ പുറത്തിരുന്ന് കരയുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അവരെ എന്താണെന്ന് അറിയില്ല. കുടുംബത്തിന്റെ നിസ്സഹായത അത് എത്രത്തോളം വലുതാണെന്ന് ഞാൻ കണ്ടു അവരെ. ഈ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും ആവശ്യം അല്ലെങ്കിൽ നിങ്ങൾ പരാതി നിലവിലുള്ള സംവിധാനം സഹായിക്കുന്ന ഏകോപിക്കുന്നതിനുണ്ടോ? ഉണ്ട്. സംസ്ഥാന സർക്കാരിന്റെ സഹായം ഇവിടെ ജോലി ഏകോപിക്കുന്നതിൽ കാസർഗോഡ് DYSP സാറുണ്ട്, കാസർഗോഡ് MVD ഉദ്യോഗസ്ഥരുണ്ട്. അവരെ സഹായം വളരെ പ്രശംസനീയമാണ്. തീർച്ചയായിട്ടും അവർ ഏകോപിപ്പിക്കുന്നുണ്ട് ഇവിടെ.
എന്തായാലും നമുക്ക് ജിതിൻ വേണം എന്ന ആവശ്യം തന്നെയാണ് നമ്മൾ ഇപ്പോഴും ഉന്നയിക്കുന്നത്. കർണാടക സർക്കാർ ഇനിയും സൈന്യത്തിന്റെ തെരച്ചിൽ ഏതായാലും തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുമായി സഹകരിക്കണം എന്നാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പോഴും പറയുന്നത് ആ കരയിലെ തെരച്ചിൽ അവസാനിപ്പിക്കാൻ നമുക്ക് ആയിട്ടില്ല. കാരണം ഇനിയും 50% മണ്ണ് അവിടെ എടുക്കാനുണ്ട്. അതിൽ നമുക്ക് ഇനിയും അതിന്റെ ഒരു കുറച്ച് ശതമാനം കൂടി മണ്ണ് എടുത്താൽ മാത്രമേ നമുക്ക് വണ്ടി അവിടെ എല്ലാം 100% ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ. ഈ സൈന്യം ഇപ്പോൾ വന്നത് ഏത് രീതിയിലാണ് കുടുംബം കാണുന്നത്? സൈന്യം കുടുംബത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നല്ലോ എത്തിയത്. സൈന്യം ആവശ്യപ്രകാരം വന്നു എന്നല്ലാതെ ഇതുവരെ ഒരു ഇമ്പാക്റ്റ് അതിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല ഇതുവരെ. കാരണം അവർക്ക് അങ്ങനത്തെ ഒരു എക്യുപ്മെന്റ്സോ അല്ല അങ്ങനത്തെ ഒരു സംവിധാനമോ ഒന്നും കൊണ്ടല്ല അവർ വന്നിരിക്കുന്നത്. അവർ ജസ്റ്റ് വന്നതും അങ്ങനെയുള്ളൂ. അതാണ് ഞാനിപ്പം മനസ്സിലാക്കിയത്. ഏതായാലും കരയിലും അതുപോലെ തന്നെ പുഴയിലും ഒരുപോലെയുള്ള തിരച്ചിലാണ് ഇനി നടത്തേണ്ടത്. അത് തന്നെയാണ് കുടുംബവും ആവശ്യപ്പെടുന്നത്. കുടുംബത്തിന്റെ ആവശ്യം അത് വ്യക്തമാണ്. രണ്ട് ഇടത്തും കൃത്യമായിട്ടുള്ള തെരച്ചിൽ നടത്തണം. സ്വാഭാവികമായും അത് അനിവാര്യവുമാണ്. അർജുന്റെ വീട്ടിൽ നിന്ന് വിനേഷ് കുമാർ കൂടി ചേരുന്നുണ്ട് ഈ സമയം. വിനേഷ്, രാവിലെ നമുക്ക് ഈ ഗുഡ് മോർണിംഗിൽ ആരംഭിക്കാൻ കഴിയില്ലെങ്കിൽ പോലും അവിടുത്തെ ഒരു സാഹചര്യം അത്രമാത്രം വേദനാജനകമാണ്, ആശങ്കപ്പെടുത്തുന്നതാണ്. അവർ പ്രതീക്ഷയുടെ ഒരു വെള്ളി വെളിച്ചത്തിൽ ജീവിക്കുകയാണ് ഈ ദിവസങ്ങളിലെല്ലാം. എന്താണ് ബന്ധുക്കൾ പറയുന്നത് വിനേഷ്? എൽദോ, ഞാനിപ്പോൾ വീട്ടിലാണുള്ളത്. വലിയ പ്രതീക്ഷയിൽ തന്നെ അർജുൻ്റെ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണ് ഈ ഗ്രാമം. എന്തായാലും ഒപ്പം തന്നെ ഈ വീടും. ഇപ്പോൾ ഇവരുടെ സഹോദരി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്? അവിടെ ഇപ്പം നമ്മളെ ആളുകളൊക്കെ ഇപ്പോഴും ഉണ്ട്. അവരിങ്ങോട്ട് തിരിച്ചു വരൂലെന്ന്, അവൻ്റെ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതെ അവർ തിരിച്ചു വരൂലെന്ന് തന്നെയാന്ന് പറയുന്നു. നമ്മളെ ഒരാളും കുറ്റപ്പെടുത്തുന്നില്ല. ഓരോ സ്റ്റേറ്റും എല്ലാവരും ഓരോരുത്തർക്കും ഓരോ രീതി ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ആദ്യം എല്ലാവരും ഇപ്പോൾ പറഞ്ഞത് നമ്മൾ അറിയാൻ വൈകിപ്പോയി. ഇതിപ്പോൾ അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് തന്നെ 4-5 ദിവസമായി. സംഭവം നടന്നിട്ട് 7 ദിവസമായി. അപ്പം നമ്മളെ അറിയിക്കാഞ്ഞിട്ട് ഇതിനൊരു സ്പീഡില്ലാത്തതെന്ന് അതിന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയും ദിവസമായി. പിന്നെ ഇത്രയും നമ്മൾ കാത്തിരുന്ന് ഇനിയിപ്പോൾ അവന് ജീവനോടല്ലെങ്കിലും എന്തെങ്കിലും ഒരു ഇത്രയും ദിവസത്തെ ഞങ്ങൾ കാത്തിരിപ്പിനൊരിത് വേണമല്ലോ. മണ്ണിന്റെ അടിയിൽ പെട്ടുപോയി മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ മലേന്റെ അടിയിലേക്ക് പോകില്ലല്ലോ. ആ വന്നടിഞ്ഞ മണ്ണിന്റെ അടിയിലോ അല്ലെങ്കിൽ ആ പുഴയിലോ ഉണ്ടാവും അവനോ ആ വണ്ടിയോ. അപ്പം അത് നമുക്ക് കിട്ടിയേ പറ്റൂ. ഇന്നിപ്പോ പിന്നെ കരയിലും അതുപോലെ തന്നെ വെള്ളത്തിലും ഒരേപോലെ തന്നെ തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സൈന്യം ഇറങ്ങുന്നുണ്ട്. കുറച്ചും കൂടി പ്രതീക്ഷ. അതായത് ഇന്നലെ വലിയ രീതിയിലുള്ള തെരച്ചിലും കാര്യങ്ങളും നടന്നിട്ടില്ല. അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാന്ന് തന്നെയാണ് നമ്മുടെ. പിന്നെ എല്ലാവരും നമുക്ക് വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റൂല. പക്ഷെ നമ്മുടെ ഭാഗത്ത് നമ്മൾ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് സഹോദരങ്ങളും എല്ലാവരും തന്നെ അവിടെ എത്തി നമുക്ക് വേണ്ടി അത്രയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ആളുകളാണെങ്കിൽ കൂടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ ഞങ്ങളെയും കൂടി വിധിയോണ്ടായിരിക്കും ഇത് ഇത്രയും ലാഗിങ്ങും കാര്യങ്ങളും വന്നത്. ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുകയാണ്. സർക്കാരിന്റെ ഒരു ഫലപ്രദമായ ഇടപെടൽ തന്നെയല്ലേ കേരളത്തിൽ നിന്നുണ്ടാകുന്നത്? കേരളത്തിൽ നിന്നുള്ള സർക്കാരും പ്രതിപക്ഷമാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ പൊളിറ്റിക്സിന്റെ ഒരു രീതിയിലല്ല, നമുക്ക് എല്ലാവരും ഇവിടെ വന്നിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല ഇടപെടലുണ്ടായിട്ടുണ്ട്. ആ ഒരു ഇടപെടലാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതും. പിന്നെ മീഡിയ നിങ്ങളിപ്പം എങ്ങനെയാ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന അറിഞ്ഞൂടെ. അത്രയും എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും അതാണ് പറയുന്നത്. മീഡിയ നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും അച്ചീവ് ആവില്ലായിരുന്നു. അപ്പം മീഡിയനോടൊരു ഇതുള്ളതുകൊണ്ടാണ് നമ്മുടെ എല്ലാവരും തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നത്. സൈന്യം വന്നിട്ടുണ്ട്, ഇന്നലെ വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ നമുക്കല്ലല്ലോ പറയാം. അവരൊന്നും ഇല്ലാതെയാണ് വന്നത്. അപ്പം ഇന്ന് എന്തെങ്കിലും എത്തും. ഇന്നും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. മതിയായി വിനേഷിലേക്ക് മടങ്ങിയെത്താം. നമ്മോടൊപ്പം ഈ രക്ഷാദൗത്യത്തിൽ പങ്കുചേരുന്ന രഞ്ജിത്ത് ഇസ്രായേൽ കൂടിയുണ്ട് അവിടെ ഷിരൂരിൽ നിന്ന് തത്സമയം. രഞ്ജിത്ത്, ഇന്നലെ റവന്യൂ മന്ത്രി പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ. 98% അത് നീക്കം ചെയ്തു, അവിടെ ഇല്ല എന്നുള്ള ആ വാദം. രഞ്ജിത്ത് അവിടെ നേരിട്ട് ഇടപെട്ടതാണല്ലോ. രഞ്ജിത്തിന് എന്താണ് തോന്നുന്നത്? രഞ്ജിത്ത് എന്താണ് അനുമാനിക്കുന്നത്? എന്താണ് പ്രതീക്ഷിക്കുന്നത്? രഞ്ജിത്തിന് കേൾക്കാമോ? സമയപരിധി കൊണ്ട് ഇടപെടുകയാണ്. പെട്ടെന്ന് പറഞ്ഞു തീർക്കുകയാണ്. ഹലോ, നമ്മള് ഗ്രൗണ്ട് സെർച്ച്
ഗ്രൗണ്ട് സെർച്ച് കണ്ടിന്യൂ ചെയ്ത് തന്നെയാണ്. നേവിയുടെ യൂണിറ്റ്, NDRF വാട്ടർ യൂണിറ്റ് ഫസ്റ്റ് ഡേ തൊട്ട് ഓൺ ദ ഇൻസിഡന്റ് സമയം തൊട്ട് ഈ ഇന്നലെ 6 ഡേ വരെ പൂർണ്ണമായിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, പൂർണ്ണമായിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ടറിൽ ഒരു സംശയം ഉണ്ടായിരുന്നു, അതും ഉച്ചയ്ക്ക് NDRF COS ഇപ്പൊ നോക്കിയത്, അത് വുഡ് മെറ്റീരിയൽ മാത്രമായിരുന്നു. ഹലോ, അപ്പോൾ കരയിൽ തുടരും, സെർച്ച് തുടരും. ഗ്രൗണ്ട് സെർച്ച് ആർമി യൂണിറ്റ് വന്നിട്ടുണ്ട്, അവരത് സെർച്ച് ഒന്നും ആയിട്ടില്ല, 90% ഒന്നും ആയിട്ടില്ല. ആ സെർച്ച് ഇനിയിപ്പം ഭാരത് ബെൻസിൽ ഓരോടെ GPS ലൊക്കേഷൻ കാണിച്ച് ആ സ്ഥലത്ത് വലിയ ബോർഡർ കിടപ്പുണ്ട്, അത് ബ്രേക്ക് ചെയ്തുകൊണ്ട് സെർച്ച് കണ്ടിന്യൂ ചെയ്താണ്. കാരണം ഈ നമുക്ക് സംശയമുള്ള സ്ഥലങ്ങളെല്ലാം ആ മണ്ണ് മാറ്റി പരിശോധിച്ചാൽ പറ്റുള്ളൂ. പിന്നെ ലാൻഡ് റിവർ സൈഡിലുള്ള മണ്ണ് മാറ്റണം. ഇതെല്ലാം പറഞ്ഞല്ലോ ഒരു ഹെവി ടാസ്ക്, ഹെർക്കുലിയൻ ടാസ്ക് ആണ്. ഇപ്പം ശക്തമായ മഴയും പെയ്യാണ്. ഈ മഴയാണ് നമ്മളെ ഈ താമസിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം. മാക്സിമം നമ്മൾ നൈറ്റ് വർക്ക് ചെയ്യാൻ ഞാൻ റെഡിയാണ്, നൈറ്റ് വർക്കൗട്ട് ചെയ്യാൻ റെഡിയാണ്. മഴ കൊണ്ടോ ഈ നൈറ്റ് വർക്കൗട്ട് ചെയ്യാൻ പെർമിഷൻ കിട്ടിയിട്ടില്ല. ഈ കൊള്ളയടിയാനുള്ള ചാൻസും കൊളാപ്സിന്റെ ചാൻസും ഈ ലാൻഡ് സ്ലൈഡിംഗ് വീണ് ചാൻസ് കൊണ്ട് അഡ്മിനിസ്ട്രേഷൻ നൈറ്റ് വർക്കൗട്ട് ഒരു കാരണം സമ്മതിച്ചിട്ടില്ല. അല്ലെങ്കിൽ നൈറ്റ് വർക്ക് ഞാൻ റെഡി തന്നെയാണ്, NDRF യൂണിറ്റ് റെഡി തന്നെയാണ്. നമ്മൾ ഒരു വിട്ടുവീഴ്ച 24 മണിക്കൂർ ചെയ്യാൻ റെഡി തന്നെയാണ്. ഒരു സമയം വെറുതെ ഇരിക്കുന്നില്ല. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള സെർച്ചിങ് നടക്കുന്നത്. ഇന്ത്യൻ ആർമി യൂണിറ്റ് വന്നിട്ടുണ്ട്. അവര് ബാക്കി കാര്യങ്ങളെന്ന് വെച്ചാൽ ഓരോ ജോയിന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മളിപ്പം പോയ ഈ ചെയ്ത ഗ്രൗണ്ട് സെർച്ചിങ് എന്ന നെഗറ്റീവ് ആയിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും വളരെ അവർ പറഞ്ഞ ക്ലിയർ കട്ടായിട്ട് എല്ലാം പോകുന്നതെല്ലാം. വെള്ളത്തിലുണ്ട് ഇത്ര 6 ദിവസമായിട്ട് സെർച്ച് നടക്കുകയാണ്. അത് അതിന്റെ പാരലായിട്ട് ആ സെർച്ച് നടക്കുകയാണ്. അതുപോലെ ഗ്രൗണ്ട് സെർച്ച് ആവശ്യമാണ്. ഈ രണ്ടിലും നമുക്ക് ഉറപ്പ് വരുത്തണം ട്രക്ക് എവിടെയാന്നുള്ളത്. റഡാർ കൊണ്ടുവരണം. ഇല്ല, നിങ്ങൾ മാധ്യമ പ്രവർത്തനം അതിന്റെ ഉള്ളിൽ കയറിയാണല്ലോ. രാവിലെ വൈകിട്ട് അതിന്റെ കയറാൻ നിങ്ങൾക്ക് അനുമതി കിട്ടിയാന്നല്ലോ പോലീസിന്. അത് കണ്ടാണോ? അത് കാണാമല്ലോ, നിങ്ങൾക്ക് തന്നെ വീഡിയോയുടെ കാണാമല്ലോ. 90% അവരുടെ വഴി ഒന്നും മാറ്റിയിട്ടില്ലാന്ന് നമുക്കറിയാലോ. അത് അത്രയും വലിയ കൊളേഷൻ നടന്ന സ്ഥലത്ത് 90% മണ്ണ് മാറ്റിയാന്ന് പറഞ്ഞത് എന്തുവാണ് പെട്ടെന്ന് നമ്മൾ ചെയ്യാൻ സാധ്യമായിട്ടുള്ള ഒരു സൂപ്പർ ഹ്യൂമൻ പവർ ഇല്ല, സാധ്യമായ കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്യാൻ ടെക്നോളജിയും കൂടെ വരുമ്പോൾ നമുക്കിത് ഈ മിഷൻ പൂർണ്ണമാക്കാൻ പറ്റും. ഒരു നല്ല ടെക്നോളജി അതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ഒരു ഹൈ പെൻട്രേറ്റിംഗ് റഡാർ, GPS മേളിലുള്ള അല്ല എന്തെങ്കിലും മറ്റേ 2 അടി പോകുന്ന അവരുടെ ആവശ്യമില്ല. വെറും ഒരു മോശപ്പെട്ട മെറ്റൽ ഡിറ്റക്ടറിനെക്കാളും ഏറ്റവും മികച്ചായിട്ടുള്ള ഒരു ഹൈ പെൻട്രേറ്റിംഗ് റഡാർ ഉണ്ടെന്ന് വണ്ടി ഫൈൻഡ് ഔട്ട് ചെയ്യാമായിരുന്നു. ഈ സാധ്യതയുള്ള സ്ഥലം എത്തിയിട്ടില്ല. ഇന്ന് എത്തുമെന്നാണ് ആർമിയിലെ കമാൻഡിംഗ് ഓഫീസർ പറഞ്ഞത്. ഇന്ന് എത്രയും പെട്ടെന്ന് എത്തിക്കാം. ഞാൻ അത് ഇന്ന് വന്നുടനെ ഞാൻ കളക്ടറോട് ആവശ്യപ്പെട്ടായിരുന്നു, നേരിട്ട് തന്നെ ആവശ്യപ്പെട്ടായിരുന്നു. ഞാൻ ഇന്നലെ 2-3 പ്രാവശ്യം ആർമി കമാൻഡിംഗ് ഓഫീസറിനോട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൈ പെൻട്രേറ്റിംഗ് പവർ ഈ റഡാർ ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം ട്രക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും അങ്ങനെ കയറാം. ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാ അവരുടെ കയറാൻ പറ്റുമത്. അല്ല നമുക്ക് വേറെ ഒരു എക്സ്ട്രാ ഹ്യൂമൻ പവർ സെൻസ് എടുക്കാനുള്ളത്. നമ്മൾ മാക്സിമം ഈ മഴയത്തെ ഈ പ്രതികൂലമായ കാലാവസ്ഥ നിങ്ങൾ റിപ്പോർട്ടേഴ്സ് തന്നെ കാണുന്നുണ്ടല്ലോ എന്തോന്ന് പ്രതികൂലാവസ്ഥ നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നുള്ളത്. അവരെല്ലാം സാക്ഷിയാണല്ലോ. അതിന്റെ ബന്ധുക്കൾ ഇതിന്റെ അകത്ത് ഈ ഗ്രൗണ്ട് സീറോ ഈ നടന്ന ഇൻസിഡന്റ് പ്ലേസ് തന്നെ നമ്മുടെ ചെയ്യുന്നതെല്ലാം വീക്ഷിക്കുന്നുണ്ട് അവരെല്ലാം. അതുപോലെ ചെയ്യുന്നുണ്ട് നമ്മളെ കാര്യങ്ങളെല്ലാം. ഒരു ഇതും വരുത്തുന്നില്ല. അതുപോലെ കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട് കാര്യങ്ങളെല്ലാം. ആർമിയും NDRF എല്ലാം ഹൈലി സപ്പോർട്ടീവായിട്ടെല്ലാം എല്ലാം മുന്നോട്ട് നീങ്ങണം. അവൾ എത്രയും പെട്ടെന്ന് അത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. കാരണം അത്രയും വലിയൊരു ലാൻഡ് സ്ലൈഡിങ് നടന്നത്. അപ്പൊ നമുക്ക് അത്ര ഒരു ടെക്നോളജി കിട്ടാത്തതുകൊണ്ട് അതാണ് ഈ സമയം താമസിക്കും. പിന്നെ മഴയുടെ പ്രശ്നമുണ്ട്. രഞ്ജിത്തിന് പോകണമെന്നറിയാം. എന്നാൽ ഒരു കാര്യം, ഈ ഇത്രമാത്രം സയന്റിഫിക് ആയിട്ടുള്ള പരിശോധന ഇല്ലാതെയാണോ ഉത്തരവാദിത്തപ്പെട്ട റവന്യൂ മന്ത്രി അങ്ങനെ പറയുന്നത്? ഞാൻ അവരെ അഡ്മിനിസ്ട്രേഷൻ കുറ്റപ്പെടുത്താനുള്ള സമയമല്ല. ഞാൻ പറഞ്ഞില്ല, എനിക്കത് പരിമിതികളുണ്ട്. എനിക്ക് എങ്ങനെയെങ്കിലും അർജുന്റെ ട്രക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യും, അതിൽ നിന്ന് അർജുനെ ഇവാക്യുവേറ്റ് എടുക്കുക. അത് മാത്രമാണ് എന്റെ ലക്ഷ്യം. അതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. വേറെ ഇപ്പം ഒരു തടസ്സപ്പെടുത്താൻ പാടില്ല. MLA ഒക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇന്നലെ വരെ പുള്ളി സപ്പോർട്ട് എനിക്ക് ഇന്നത്തെ കാര്യം ആൾക്കാരായിരുന്നു. ഇന്നലെ വരെ എല്ലാം സപ്പോർട്ടീവ് ആയിരുന്നു. എത്രയും പെട്ടെന്ന് സെർച്ച് നടത്തുന്നത് ഞങ്ങളാണ്. നമ്മൾ അഹോരാത്രം നമ്മളെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അതില്ല, നമ്മൾ ചെയ്യാൻ റെഡിയാണ് നമ്മുടെ സഹോദരന് വേണ്ടി. പിന്നെ ഇവര് ഫോഴ്സ് അവരുടെ പോലീസിന് നമ്മൾ ആവശ്യപ്പെട്ടൊന്നുമില്ല. പിന്നെ വന്നത് കേന്ദ്രത്തിന്റെയാണ്, NDRF കേന്ദ്ര സർക്കാരിന്റെയാണ്, ആർമി കേന്ദ്രത്തിന്റെയാണ്. ഇവർ രണ്ടും നമുക്ക് ഈ ഫോഴ്സ് മാത്രമല്ല, നമുക്ക് വേറെ അവരുടെ പോലീസിന്റെ നമുക്ക് അവന്റെ ആവശ്യമില്ല. നമ്മുടെ NDRF നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ ഇന്ത്യൻ സൈന്യം കൂടെ ഉണ്ട്. അത് രണ്ടുമാണ്, രണ്ട് കേന്ദ്രത്തിന്റെയാണ്. നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഡബിൾ സ്ട്രോങ് ആണത് ചെയ്യാത്. മുഖത്ത് ക്ഷീണോ കാര്യങ്ങളോ ഒന്നും വിഷയമില്ല, മനസ്സ് ക്ഷീണിച്ചിട്ടില്ല. ഈ അർജുന്റെ ഒക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ തന്നെയാണ് ആ ഗ്രൗണ്ട് പൂർണ്ണമായിട്ടും. അത് തന്നെയാണ് ആർമി സിറ്റി വെക്കുന്നത്, NDRF വാട്ടറിൽ സെർച്ചിങ് പാരലായിട്ട് നടക്കുന്നുണ്ട്. ബോട്ട് ചെയ്യുന്നതുകൊണ്ട് പാരലായിട്ട് സെർച്ചിങ് നടക്കുന്നുണ്ട്. അത് ഗ്രൗണ്ട് സെർച്ചിങ് അതിന്റെ രീതി തന്നെ മുന്നോട്ട് പോകണം.
ഞാൻ ഇടപെടുകയാണ് പോകാനുള്ള ശരി ശരി രഞ്ജിത്ത്, ഞാൻ തടസ്സപ്പെടുത്തില്ല, വേഗം പോയിക്കോളൂ, ഒരു പ്രശ്നമില്ല. രഞ്ജിത്ത്, എന്നാലും വലിയ സല്യൂട്ട് രഞ്ജിത്ത് ഉൾപ്പെടുന്ന രക്ഷാപ്രവർത്തകർക്ക്. ഇത്രമാത്രം കരുതലോടുകൂടി സുരക്ഷിതമായി തന്നെ ആ രക്ഷാപ്രവർത്തനം നടത്തുക. കാരണം അവിടെ വലിയ മണ്ണിടിച്ചിൽ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. വളരെ സുരക്ഷിതമായി രക്ഷാപ്രവർത്തനം നടത്തുക. അർജുനിലേക്ക് എത്താൻ രഞ്ജിത്തിനും സംഘത്തിനൊക്കെ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എന്നാലും അവരെടുക്കുന്ന എഫേർട്ട് കൂടി ഈ സമയത്ത് നമ്മൾ കാണണം. രഞ്ജിത്തിൻ്റെയൊക്കെ ഒരു കഠിനാധ്വാനമുണ്ട്. ദിവസങ്ങളായി എത്തിയത് മുതൽ അധ്വാനിക്കുകയാണ് രഞ്ജിത്തും സംഘവും ഒക്കെ. പക്ഷെ നമുക്ക് ദൗർഭാഗ്യവശാൽ എത്താൻ കഴിയുന്നില്ല എന്നതാണ് രഞ്ജിത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതുവരെയും ഡീപ്പായിട്ട് സെർച്ച് ചെയ്യാൻ കഴിയുന്ന, ആ ലോറി ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ഡിറ്റക്ടിങ് മെഷീൻ അവിടെ എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ്. എത്ര സങ്കടകരമാണ് എന്നുള്ളതാണ്. അതൊരു ജീവനല്ലേ മണ്ണിനടിയിൽ ഉണ്ട് എങ്കിൽ ആ ജീവന് വേണ്ടിയുള്ള ഒരു ശ്രമം നമ്മൾ നടത്തേണ്ടേ എന്നുള്ളതാണ്. ഇത് ഇനി ആരെ ബോധ്യപ്പെടുത്തുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വിനേഷ് കുമാർ അവിടെ നിന്ന് തുടരുന്നുണ്ടെന്ന് തോന്നുന്നു വീട്ടിൽ നിന്ന്. വിനേഷ്, ഇപ്പോൾ രഞ്ജിത്ത് ഇസ്രായേൽ അവിടെ രക്ഷാദൗത്യത്തിന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന മലയാളികളിൽ ഒന്നാണ്. രഞ്ജിത്തിന്റെ വാക്ക് അത് ഒന്ന് വേദനിപ്പിക്കുന്നു. കാരണം അത്രമാത്രം വലിയൊരു മണ്ണിടിച്ചിൽ നടന്നിട്ടും അത് കണ്ടെത്താൻ പാകത്തിനുള്ള സാങ്കേതിക സംവിധാനം അവിടെ എത്തിയിട്ടില്ല ഇനിയും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ബന്ധുക്കളുടെയും നമ്മൾ മാധ്യമങ്ങളുടെയും ഒക്കെ നിരന്തരമായിട്ടുള്ള സമ്മർദ്ദവും ആവശ്യവും ഒക്കെ ഇനിയും വേണ്ടത്ര രീതിയിൽ ചെവികളിൽ എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഈ അവിടെ ഇന്നലെ പ്രതിഷേധവും സേവ് അർജുൻ ക്യാമ്പയിനും ഒക്കെ കണ്ടിരുന്നു. രഞ്ജിത്ത്, ഈ നാട്ടുകാരും സുഹൃത്തുക്കളും കുടുംബങ്ങളും ഒക്കെ കൂടുതൽ ഇടപെടലിന് ഉള്ള സാധ്യതയുണ്ടോ ഇനി? എൽദോ, ഞാനിപ്പോൾ ഉള്ളത് അവരുടെ വീട്ടിലാണ്. അല്പസമയം മുമ്പ് സഹോദരി, അതായത് അർജുന്റെ സഹോദരിയായ അഞ്ജു നമ്മളോട് പ്രതികരിച്ചിരുന്നു, മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അവർക്ക് വലിയൊരു, അതായത് 7 ദിവസമായി ഇപ്പോൾ അർജുനെ കുറിച്ച് യാതൊരു വിവരമില്ല, അർജുന്റെ ലോറിയെയും കുറിച്ച് യാതൊരു വിവരവുമില്ല. ആ ഒരു ശോകമൂകമായ ഒരു അവസ്ഥയിൽ തന്നെയാണ് വീട് എന്ന് പറയുന്നത്. കാരണം ആ പ്രതീക്ഷകൾ, അവസാനത്തെ പ്രതീക്ഷകളും അണഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് അവരുടെ ദുഃഖം നമ്മളോട് പങ്കുവെച്ചത്. അതായത് അവന്റെ മൃതദേഹമെങ്കിലും ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന രീതിയിലേക്ക് മാറി. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അങ്ങനെയായിരുന്നില്ല. കാരണം അവൻ തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ പ്രദേശത്ത് ആണെങ്കിൽ തന്നെ ആളുകളെല്ലാം തന്നെ ഇവിടെ ജോലിക്കൊന്നും പോകുന്നില്ല. കാരണം ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം കാത്തിരിക്കുകയാണ്. അർജുൻ്റെ ഒരു തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. പക്ഷേ ഇന്നത്തേക്ക് എത്തിപ്പോൾ 7 ദിവസമായി. കാരണം തിരച്ചിൽ എവിടെയും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ രഞ്ജിത്ത് ഇസ്രായേൽ പറയുന്ന പോലെയാണെങ്കിൽ, കാരണം ഈ ലോറി ഡിറ്റക്ട് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനം പോലും എത്തിയിട്ടില്ല എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ്. അത് അഞ്ജു എടുത്തു പറയുന്നുണ്ട്, അതായത് അർജുന്റെ സഹോദരി പറയുന്നുണ്ട്. ഇവിടുത്തെ മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ സർക്കാരിന്റെയും ഒരു ഫലപ്രദമായ ഇടപെടൽ കൊണ്ടാണ് ഇത് ഇത്രയെങ്കിലും ആയത്. പക്ഷേ അതനുസരിച്ചുള്ളൊരു സഹകരണം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നില്ല. എന്തായാലും സഹോദരൻ ഇനി ജീവനോടെ തിരിച്ചു വരുമോ എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ സംശയവും ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അയാളുടെ മൃതദേഹമെങ്കിലും കാണാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ട്. അതിനെങ്കിലും ഒരു ഇടപെടൽ അവിടെ ഉണ്ടാവണം. അവിടുത്തെ സർക്കാരിന്റെ, കർണാടക സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം, പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഈ കണ്ണാടിക്കൽ ഗ്രാമം ഇപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ശോകമൂകമായ ഒരു അവസ്ഥയിലാണ്. നമുക്കറിയാം, ഒരു നാട് തന്നെ, മലയാളികൾ എവിടെയുണ്ടോ ആ നാട് മുഴുവൻ അർജുനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണിത്. എന്തായാലും ആ കുടുംബത്തിന് ഇന്നലെ വരെ ഉണ്ടായിരുന്നൊരു പ്രതീക്ഷയിൽ മാറ്റം വന്നിരിക്കുന്നു. കാരണം നമുക്കറിയാം, 16-ാം തീയതി അർജുനെ കാണാതായതിനു ശേഷം ഒരു തവണ അർജുന്റെ മൊബൈൽ റിങ് ചെയ്യുകയും എൻജിൻ സ്റ്റാർട്ട് ചെയ്തതായുള്ള വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അത് എത്രത്തോളം ശാസ്ത്രീയമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതിലായിരുന്നു വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് ഇവിടെ മങ്ങലേറ്റുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം എന്തായാലും കുടുംബം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി അവനെ ജീവനോടെ കിട്ടും എന്നുള്ള പ്രതീക്ഷയില്ല. പക്ഷേ അവൻ്റെ മൃതദേഹമെങ്കിലും തിരിച്ചു കിട്ടാൻ, ഞങ്ങൾ എത്രയും പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത് എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. എൽദോ, വളരെ വേദനാജനകമായിട്ടുള്ള സാഹചര്യമാണ്. നമ്മൾ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന ഒരു അർജുന് വേണ്ടി വീട്ടുകാരുടെ പോലും പ്രതീക്ഷ അസ്തമിക്കുന്നു എന്നുള്ള തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. 7-ാം ദിവസമാണ്. ആ 7 ദിവസത്തിൽ നമുക്ക് അർജുനിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നത് ഏറ്റവും സങ്കടകരമാണ്. പ്രത്യേകിച്ചും ഈ വീട്ടുകാരൊക്കെ ചോദിക്കുന്നത് പോലെ ഇത്രമാത്രം ആധുനിക സംവിധാനങ്ങളുള്ള ഈ സമയത്ത് എന്തുകൊണ്ട് ആ ലോറി എങ്കിലും കണ്ടെത്താൻ കഴിയാതെ പോകുന്നു. ലോറി, ഒരു മണ്ണിനടിയിൽ ഒരു ലോറി പെട്ടു. അത് ഒരു ചെറിയ മണ്ണിടിച്ചിലല്ല എങ്കിൽ പോലും ഒരു ലോറി കണ്ടെത്താൻ കഴിയാനുള്ള സംവിധാനം നമുക്കില്ലേ എന്നുള്ള അവരുടെ ചോദ്യത്തിന് എന്തുത്തരം നൽകാൻ കഴിയുന്നു? നമുക്ക് സഹോദരിയുടെ വാക്കുകളിലേക്ക് നമ്മൾ അറിയാൻ വൈകിപ്പോയി. ഇതിപ്പോൾ അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് തന്നെ 4-5 ദിവസമായി. സംഭവം നടന്നിട്ട് 7 ദിവസമായി. അപ്പം നമ്മളെ അറിയിക്കാഞ്ഞിട്ട്
ഇതിനൊരു സ്പീഡില്ലാത്തതെന്ന് അതിന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയും ദിവസമായി ഇനി ഇത്രയും നമ്മൾ കാത്തിരുന്ന് ഇനിയിപ്പോൾ അവന് ജീവനോടല്ലെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു ഇത്രയും ദിവസത്തെ ഞങ്ങൾ കാത്തിരിപ്പിനൊരിത് വേണമല്ലോ. മണ്ണിൻ്റെ അടിയിൽ പെട്ടുപോയി മാറ്റാൻ പറ്റില്ല, അല്ലെങ്കിൽ മലേൻ്റെ അടിയിലേക്ക് പോകില്ലല്ലോ. ആ അടിഞ്ഞ മണ്ണിൻ്റെ അടിയിലോ അല്ലെങ്കിൽ ആ പുഴയിലോ ഉണ്ടാവും അവനോ ആ വണ്ടിയോ. അപ്പം അത് നമുക്ക് കിട്ടിയേ പറ്റൂ. ഇന്നിപ്പോ പിന്നെ കരയിലും അതുപോലെ തന്നെ വെള്ളത്തിലും ഒരേപോലെ തന്നെ തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. സൈന്യം ഇറങ്ങുന്നുണ്ട്. കുറച്ചും കൂടി പ്രതീക്ഷ. അതായത് ഇന്നലെ വലിയ രീതിയിലുള്ള തെരച്ചിലും കാര്യങ്ങളും നടന്നിട്ടില്ല, അതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാന്ന് തന്നെയാണ് നമ്മുടെ. പിന്നെ എല്ലാവരും നമുക്ക് വേണ്ടി അവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റൂല, പക്ഷെ നമ്മുടെ ഭാഗത്ത് നമ്മൾ കേരളത്തിൽ നിന്നുള്ള ഒരുപാട് സഹോദരങ്ങളും എല്ലാവരും തന്നെ അവിടെ എത്തി നമുക്ക് വേണ്ടി അത്രയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള ആളുകളാണെങ്കിൽ കൂടി നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ആരെയും നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല, പക്ഷെ ഞങ്ങളെയും കൂടി വിധി കൊണ്ടേയിരിക്കും ഇത് ഇത്രയും ലാഗിങ്ങും കാര്യങ്ങളും വന്നത്. ഞങ്ങളത് ആക്സെപ്റ്റ് ചെയ്യുകയാണ്. സർക്കാരിന്റെ ഒരു ഫലപ്രദമായ ഇടപെടൽ തന്നെയല്ലേ കേരളത്തിൽ നിന്നുണ്ടാവുന്നത്? കേരളത്തിൽ നിന്നുള്ള സർക്കാരും പ്രതിപക്ഷമാണെങ്കിലും അല്ലെങ്കിൽ എല്ലാ പൊളിറ്റിക്സിന്റെ ഒരു രീതിയിലല്ല, നമുക്ക് എല്ലാവരും ഇവിടെ വന്നിട്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും നല്ല ഇടപെടലുണ്ടായിട്ടുണ്ട്. ആ ഒരു ഇടപെടലാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതും. പിന്നെ മീഡിയ നിങ്ങളിപ്പം എങ്ങനെയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന അറിഞ്ഞൂടെ. അത്രയും എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിലും അതാണ് പറയുന്നത്, മീഡിയ നമ്മുടെ കൂടെ അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും അച്ചീവ് ആവില്ലായിരുന്നു. അപ്പം മീഡിയനോടൊരു ഇതുള്ളതുകൊണ്ടാണ് നമ്മുടെ എല്ലാവരും തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നത്. നമ്മുടെ കുടുംബത്തിന് ആവശ്യപ്രകാരം സൈന്യം വന്നിട്ടുണ്ട്, ഇന്നലെ വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ നമുക്കല്ലല്ലോ പറയാം, അവരൊന്നും ഇല്ലാതെയാണ് വന്നത്. അപ്പം ഇന്ന് എന്തെങ്കിലും എത്തും. ഇന്നും കൂടി നമുക്ക് പ്രതീക്ഷിക്കാം. മതിയായി വാക്കുകളില്ലാതായി പോകുന്നു, മുറിഞ്ഞു പോകുന്നു കുടുംബത്തിന്. സ്വാഭാവികമായും അങ്ങനെ തന്നെയാണല്ലോ. അവർ എങ്ങനെ പ്രതികരിക്കാൻ കഴിയുമെന്നുള്ള വലിയ ചോദ്യമാണ്. ആ കുടുംബത്തിലെ ഒരു സാഹചര്യം, ആ കുടുംബത്തിലെ ഒരു അവസ്ഥയൊക്കെ ഊഹിക്കാൻ കഴിയുന്നതിനുമപ്പുറം അവരുടെ ഒരു ബന്ധു കൂടി ഇപ്പോൾ നമ്മോട് സംസാരിക്കുന്നുണ്ട്. അവര് പറയുന്നുണ്ട്, അതായത് ഇന്നും കൂടിയും നമുക്കൊരു തുമ്പ് കിട്ടിയില്ലെങ്കിൽ ഇനിയിപ്പം എന്ത് രീതിയിൽ അവന് കിട്ടാൻ അറിയില്ല. നമുക്ക് കാണാൻ പറ്റുമെന്നും അറിയില്ല. ഇനിയിപ്പം ഏതവസ്ഥയിൽ അവനെ കിട്ടുമെന്നും അറിയില്ല. ഏതായാലും അവർ ഇത്രയും കാലം അവിടെ നിന്ന് നമ്മൾ സ്ട്രഗിൾ ചെയ്ത്, നിങ്ങളെല്ലാവരും ഞങ്ങളെ കൂടെ നിന്ന് സ്ട്രഗിൾ ചെയ്ത്, അപ്പം നമുക്ക് എന്താണെങ്കിലും ഒരു ചെറിയൊരു തുമ്പ് അവൻ്റെ ഞാൻ പറയുന്നില്ല, ആ ഒരു ഇത് കിട്ടണം. ഇന്ന് നമുക്ക് അവരല്ലാതെ അവിടെ നിന്ന് തിരിച്ചു വരൂല, അവിടെ നിൽക്കുന്ന ആളുകളല്ലാതെ തിരിച്ചു വരൂല എന്നാണ് പറയുന്നത്. രക്ഷാപ്രവർത്തനത്തിന് വേഗതയിലൊന്നും അവർക്ക് ഇന്നലെയും കൂടിയും വിശ്വാസമല്ല. എന്തുകൊണ്ടാണ് ഇവർ ലാഗ് ചെയ്യുന്നത് നമുക്കറിയില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞല്ലോ, നമുക്ക് ആരെയും കുറ്റപ്പെടുത്താനല്ല, കാരണം എല്ലാ സന്നാഹങ്ങളും നമ്മളൊരു ഈ ഒരു ഇടപെടലുകൊണ്ടും നിങ്ങളെല്ലാവരുടെയും ഇതുകൊണ്ടാണ് അവിടെ എത്തിയതും. അപ്പം നമുക്ക് അവരെങ്ങനെ കുറ്റം പറയുന്നില്ല, ആരെയും ഒന്നും സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല. നമുക്ക് എന്തായാലും ഇന്ന് അത്രയും നിങ്ങളെല്ലാവരും ഒരു സപ്പോർട്ട് വേണം. കാരണം അവിടെ തെരച്ചിലൊരു ചെറിയൊരു വിട്ടുവീഴ്ച എന്ന് വന്നാൽ നമുക്ക് എല്ലാ ഇതും നഷ്ടപ്പെടും. 7 ദിവസമായി, ഒരാഴ്ചയായി. അപ്പം വെള്ളത്തിലും കരയിലും ഒരേ മാതിരി തന്നെയുള്ള തെരച്ചിൽ നടത്തണം. എന്താണെങ്കിലും വണ്ടി അവിടെ ഉണ്ട്. ഇപ്പോൾ GPS ലൊക്കേഷനിൽ നിൽക്കണം എന്നില്ലല്ലോ. അത്രയും വലിയ സ്ലൈഡ് വരുമ്പം മുന്നോട്ട് പോകും, നദിയിലേക്ക് പോകും, ഇടത്തോട്ട് പോകും. ബാക്കിയെല്ലാം നമ്മളൊരു ഹോപ്പാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യുമ്പോൾ അവ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ഭയങ്കര വിശ്വാസമാണ്. വിശ്വാസങ്ങളൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മണ്ണിൻ്റെ അടിയിൽ തന്നെ ഉണ്ടാവാനാണ് സാധ്യത. കാരണം അത്രയും നീക്കം ചെയ്തിട്ടില്ല, ഇനി അത്രയും മണ്ണെടുക്കാണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കാം ഇന്ന് തന്നെ കിട്ടുമെന്നുള്ളത്. മണ്ണിൻ്റെ അടിയിൽ തന്നെ സഹോദരി വാക്കുകൾ മുറിഞ്ഞു പോകുന്ന സാഹചര്യമാണ്. കുടുംബത്തിലെ ഒരു വിവരങ്ങളാണ്, അവരുടെ അഭിപ്രായങ്ങളാണ് പങ്കുവച്ചത്. അർജുൻ ഇപ്പോഴും കാണാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ നമ്മൾ എന്താണ് പറയുകയെന്നറിയില്ല. എന്നാലും ബിനീഷ്, അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് കുടുംബത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന്. നമ്മൾ തന്നെ വല്ലാതെ വൈകാരികമായി പോകുന്ന ഒരു സാഹചര്യം. ബിനീഷ്, എന്താണ് ബിനേഷിന് അവിടെ ചെന്നപ്പോൾ ഈ കണ്ട ഒരു സാഹചര്യം, അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് പ്രതീക്ഷ ഉണ്ടാകാത്ത തലത്തിലേക്ക് ഈ ദൗത്യം മാറിയത് എപ്പോൾ മുതലാണ് ബിനേഷ്?
എൽദോ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു പ്രതീക്ഷയ്ക്ക് ഒരു മങ്ങലേറ്റിരിക്കുന്നു എന്നുള്ളത് അവരുടെ വാക്കുകളിൽ കൂടെ തന്നെ വ്യക്തമാണ്. കാരണം ഇത്രയെല്ലാം തന്നെ ടെക്നോളജി വികസിച്ച ഒരു നാട്ടിൽ ഇപ്പോഴും ആ ലോറി കണ്ടെത്താൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ആ മൊബൈൽ ഫോണിനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ ആ ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവിടെ ഇത് അർജുൻ കൂടാതെ 2 പേർ കൂടി ഈ 2 ലോറികളിലായി 2 പേർ കൂടി ഉണ്ട് എന്നുള്ളൊരു വിവരം കൂടിയുണ്ട്. ഇവരെ ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് സ്വാഭാവികമായും ആ ഒരു നിരാശ, ഇതുവരെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയ്ക്ക് അവർക്ക് മങ്ങലേറ്റിരിക്കുന്നു. കാരണം 16-ാം തീയതി, ഇന്നേക്ക് 7 ദിവസമായിട്ടും യാതൊരു വിവരവും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. കർണാടകയുടെ ഭാഗത്ത് നമുക്കറിയാം, കർണാടക സർക്കാരിൻ്റെ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാം തന്നെ കേരളത്തിൻ്റെ പോലെ ഒരു ഇടപെടൽ ഉണ്ടാവുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അവിടെ തെരച്ചിൽ നടത്തുന്നതും അവിടെ നിന്നുള്ള നമ്മുടെ പ്രതിനിധി കെ വി ബൈജു ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നതും നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായും അതിലൊരു ആശങ്ക എന്തായാലും കുടുംബത്തിനുണ്ട്. കാരണം അവൻ ജീവനോട് ഇനി തിരിച്ചു വരില്ലെങ്കിൽ അവൻ്റെ മൃതദേഹം കാണാനുള്ള അല്ലെങ്കിൽ ലഭിക്കാനുള്ള ഒരു അവകാശമെങ്കിലും തങ്ങൾക്കുണ്ട്. ആ അവകാശത്തെ എന്തായാലും അവിടുത്തെ സർക്കാർ അവഗണിക്കരുത് എന്നുള്ള രീതിയിൽ തന്നെയാണ് അർജുൻ്റെ സഹോദരി അഞ്ജു അല്പസമയം മുമ്പ് നമ്മോട് സംസാരിച്ചത്. എന്തായാലും മാധ്യമങ്ങളുടെ ഇടപെടൽ, അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ ഇടപെടൽ, ഫലപ്രദമായ ഇടപെടൽ എല്ലാം തന്നെ ഗുണം ചെയ്തു. അല്ലെങ്കിൽ അതെല്ലാം തന്നെയാണ് ഇത് ഇത്രത്തോളം കർണാടകയ്ക്ക് മേലുള്ളൊരു സമ്മർദ്ദം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും എല്ലാം തന്നെ കുടുംബം വളരെ അതിനോട് ആ ഒരു നിലപാടിനൊപ്പം തന്നെ കുടുംബവും നിൽക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും കാണാമറയത്താണ് അർജുൻ. ഇപ്പോഴും അർജുനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇവിടെ സഹോദരിയും അതുപോലെ തന്നെ ഭാര്യയും അച്ഛനും അമ്മയും മറ്റുള്ള ഒരു നാട് മുഴുവൻ, അല്ലെങ്കിൽ അർജുനെ അറിയാത്തവരും അർജുനെ അറിയുന്നവരും ഒക്കെയായ ഒരു നാട് മുഴുവൻ കാത്തിരിക്കുകയാണ്. നമ്മളും കാത്തിരിക്കുകയാണ് അർജുൻ്റെ തിരിച്ചുവരവിന് വേണ്ടി. പക്ഷേ ആ ഒരു പ്രതീക്ഷ, എന്തായാലും ആ പ്രതീക്ഷയ്ക്ക് ഇങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും മങ്ങലേറ്റുകൊണ്ടിരിക്കുന്നു. ആ പ്രതീക്ഷ തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മളിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. എൽദോ, ആ പ്രതീക്ഷ അതിങ്ങനെ നേരിയ തോതിൽ ഇങ്ങനെ നൂലായി ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എന്ന് പറയാതെ വയ്യ. എന്തായാലും 140-ലേറെ മണിക്കൂറായി അർജുനെ കാണാതായിട്ട്. ആ അർജുനെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം അത് ആ കുടുംബങ്ങൾ എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്ന് പോലും മനസ്സിലാക്കാൻ നമുക്ക് പറ്റുന്നില്ല. എന്താണെങ്കിലും നമ്മൾക്ക് പ്രതീക്ഷിക്കാം, ആ പ്രതീക്ഷ നിലനിർത്തുകയും ചെയ്യാം. അർജുനെ കണ്ടെത്താതെ പിന്നോട്ടില്ല എന്ന് സംസ്ഥാന സർക്കാരിന്റെ ഏകോപന ചുമതലയുള്ള ഡിവൈഎസ്പി പ്രേം സദൻ പറഞ്ഞു. സൈന്യം എത്തിയത് തിരച്ചിലിന് ഊർജ്ജം പകരുമെന്നും ഡിവൈഎസ്പി ന്യൂസ് 18 വ്യക്തമാക്കി. ഷിരൂരിൽ സംസ്ഥാന സർക്കാരിന്റെ ഏകോപന ചുമതലയുള്ള ഡിവൈഎസ്പി പ്രേം സദനാണ് ന്യൂസ് 18 ചേരുന്നത്. എന്തായാലും അദ്ദേഹത്തോട് തന്നെ ഏത് രീതിയിലാണ് ഇനി പ്രവൃത്തികൾ എന്ന് ചോദിക്കാം. എങ്ങനെയാണ് സർ ഇനി ഏതായാലും സൈന്യം ഇവിടെ എത്തിയിരിക്കുന്നു, ഏത് രീതിയിലായിരിക്കും ഇനി ഏകോപനം നടക്കുക? സൈന്യത്തിന്റെ പ്രവർത്തനങ്ങളുമായി ഇന്നു മുതൽ പ്രവർത്തനം ഏകോപിപ്പിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കരയിലെ മണൽ പൂർണ്ണമായിട്ടും നീക്കം ചെയ്യാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കരയിൽ പൂർണ്ണമായിട്ടും അർജുൻ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമേ ഞങ്ങളുടെ കോൺസെൻട്രേഷൻ താഴെ പുഴയിലേക്ക് മാറുകയുള്ളൂ. എന്തായാലും ഞങ്ങൾ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പോകുന്നത്. അർജുനെ ജീവനോടെ കൂടി തന്നെ കണ്ടെത്തണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുമായിട്ടുള്ള അത്തരത്തിലുള്ള ഒരു പ്രവർത്തനമായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോ മണ്ണിനടിയിൽ ഉണ്ടാകുമെന്ന് റോഡിന് വശം ഉണ്ടാകുന്നായിരുന്നു ആദ്യം പറഞ്ഞത്. പക്ഷേ വലിയ പ്രതീക്ഷയായിരുന്നു. പക്ഷേ അത് ഇല്ല എന്നിപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇനി പുഴയിൽ എത്രത്തോളം സാധ്യതയുണ്ട് നമുക്ക് തിരച്ചിലിനും മറ്റുമായും? തീർച്ചയായിട്ടും കരയിലെ കാര്യങ്ങൾ ഞങ്ങൾ വിട്ടുകളഞ്ഞിട്ടില്ല. കരയിൽ തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടും ഉള്ളത്. അതിനുശേഷം മാത്രമേ പൂർണ്ണമായിട്ടുള്ള തോതിൽ പുഴയിലേക്കുള്ള തെരച്ചിൽ തുടരുകയുള്ളൂ. കരയിൽ നിന്ന് അർജുൻ്റെ അടുത്ത് എത്താൻ കഴിയുമെന്ന പൂർണ്ണ പ്രതീക്ഷയിലാണ് പോലീസും കേരള സർക്കാരും ഉള്ളത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലും വളരെ വേഗത കുറഞ്ഞായിരുന്നു പ്രവർത്തനം ഉണ്ടായത്. ഇപ്പോൾ സൈന്യം എത്തിയിരിക്കുന്നു. അത് എത്രത്തോളം ഊർജം ഉണ്ട്? 40 അംഗ സൈന്യം ഇവിടെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അവർ ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ഇവിടെ തെരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും നമുക്ക് അർജുൻ്റെ അടുത്ത് എത്താൻ പറ്റും. അർജുനോട് കൂടി തന്നെ കേരളത്തിലേക്ക് മടങ്ങാൻ കഴിയുമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. എന്തായാലും അർജുനെയും കൊണ്ട് കേരളത്തിലേക്ക് മടങ്ങുക എന്നാണ് ഈ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇവർക്ക് പുറമെ MVD മറ്റു ഉദ്യോഗസ്ഥരും കേരളത്തിൽ നിന്ന് ഇവിടെ ക്യാമ്പ് ചെയ്ത് ഈ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നുണ്ട്. KV ബൈജു, ന്യൂസ് 18 ഷിരൂർ. ആ ഒരു പ്രതീക്ഷയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അർജുനെ തിരികെ എത്തിക്കണം. അത്